ലൈംഗികാതിക്രമ കേസിൽ അതിജീവിതം വഴിമാറ്റിയതോടെ മുൻ MLA എൽദോസ് കുന്നപ്പള്ളിക്ക് വൻ ആശ്വാസമാണ്. ഇത്തവണ പെരുമ്പാവൂരിൽ എൽദോസിന് സീറ്റ് നിഷേധിക്കപ്പെട്ടതും ഈ കേസ് മൂലമാണ്. DCC അധ്യക്ഷ സ്ഥാനമടക്കം മുന്നിൽ കണ്ടാകും ഇനി എൽദോസിന്റെ നീക്കമെന്നാണ് സൂചന. TG സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, എൽദോസ് കുന്നപ്പള്ളിക്ക് വലിയൊരു ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. അതിജീവിത മൊഴി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള വലിയൊരു ചാൻസാണ് എൽദോസിന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നീക്കം ഇനി എങ്ങനെയൊക്കെയായിരിക്കും? എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചുവരവിനുള്ള വഴി തുറക്കലാണ്. നിയമസഭയിൽ പെരുമ്പാവൂരിൽ ഇത്തവണ സീറ്റ് കിട്ടാതെ പോയത് എൽദോസിനെതിരെ ഉണ്ടായ ഈ കേസാണ്. കാരണം ഈ കേസ് നിലനിൽക്കെ MLA ആയി മത്സരിച്ച് നിയമസഭയിൽ മത്സരിച്ച് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തും പിന്നീട് MLA ആയാൽ പോലും ഇത് വെല്ലുവിളി ഉണ്ടാക്കുമെന്നൊരു വിഷയമാണ് ഉണ്ടായിരുന്നത്. ഒടുവിൽ എൽദോസിനെ അനുനയിപ്പിച്ചൊപ്പം നിർത്താൻ കഴിഞ്ഞിരുന്നു എന്നതാണ് സാഹചര്യം. ഇപ്പോൾ ഈ കേസ് എൽദോസ് കുന്നപ്പള്ളിക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കി കേസ് ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ ഈ യുവതി മൊഴി മാറ്റിയത്. സ്വാഭാവികമായും എൽദോസിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ്. ഒരുപക്ഷെ ഈ കേസ് തന്നെ തള്ളിപ്പോവും. ആ സാഹചര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ എൽദോസിന് മുന്നിലുണ്ടാവുന്ന സാധ്യതകൾ ഇനി എറണാകുളം ജില്ലയിൽ DCC തലത്തിലടക്കമുള്ള പുനഃസംഘടനകൾ നടക്കാനുണ്ട്. അവിടെ DCC അധ്യക്ഷനെ മാറ്റി പുതിയ ആൾ വരണം. കാരണം അവിടെ മുഹമ്മദ് ഷിയാസ് MLA ആയി കഴിഞ്ഞു. സ്വാഭാവികമായി അവിടെ പുനഃസംഘടന നടക്കും. അപ്പോൾ ആ പൊസിഷനിലേക്കടക്കം എൽദോസിനെ പരിഗണിക്കാനുള്ള സാധ്യത ഏറുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കാരണം MLA സ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട എൽദോസിന് മറ്റു ചില പരിഗണനകൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ അത് നൽകുന്നതിന് ഈ കേസ് എന്ന സാങ്കേതികത ഒഴിവാകുന്നു എന്നതാണ് സാഹചര്യം. എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ചൊരു തിരിച്ചുവരവിൻ്റെ സാധ്യതയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് എൽദോസ് കുന്നപ്പള്ളി ഉണ്ട്. അദ്ദേഹം പ്രധാനമായും ഈ വിഷയങ്ങളിലെ ഒരു പ്രതികരണം ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, TG സജിത്താണ് കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.